dear students, welcome to EduPod. Yes, നമ്മുടെ ചാപ്റ്റർ നമ്പർ 6 ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. ഈ ചാപ്റ്റർ ക്യുക്കായിട്ട് നമുക്ക് നോക്കാം. 9 ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ മൂന്നാമത്തെ ടോപ്പിക്ക് തന്നെയാണ്. എന്താ ഫസ്റ്റ് ടോപ്പിക്? എന്താ? ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. തേർഡ് വൺ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഫോർത്ത് വൺ വേരിയബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, വാർ കീവേഡ്. ഫിഫ്ത്ത് വൺ ഓപ്പറേറ്റേഴ്സ് ആണ്. സിക്സ്ത് വൺ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സെവൻത്ത് ക്വസ്റ്റ്യൻ ഇല്ലാത്തത് അല്ലേ, ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. സെവൻത്ത് ടോപ്പിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ദെൻ എയ്ത്ത് ടോപ്പിക് പ്രോഗ്രാമിംഗ് ആണ്. നയൻത്ത് ടോപ്പിക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ടോപ്പിക് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ്. അതിൽ എന്തെങ്കിലും മെസ്സേജ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കമൻ്റാണ് document.write. എങ്ങനെ എഴുതാം? യെസ്, നോക്കാം. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുക. സ്ക്രിപ്റ്റ് ടാഗ്, സ്ക്രിപ്റ്റിൻ്റെ കൂടെ വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ലാംഗ്വേജ്. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് കേസ് സെൻസിറ്റീവ് ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് എഴുതണം. എഴുതേണ്ട മെസ്സേജുകൾ document.write ഉള്ളിൽ എഴുതാം. document.write ഇതിൻ്റെ ഉള്ളിലാണ് മെസ്സേജുകൾ പ്രിൻ്റ് ചെയ്യുക. ദെൻ സെമിക്കോളം വേണം, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യും. ഫസ്റ്റ് ടോപ്പിക് ഈസ് ഓവർ. സെക്കൻഡ് ടോപ്പിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. ഫംഗ്ഷന് ഒരു പേര് കൊടുക്കണം, ഫംഗ്ഷന് നെയിം കൊടുക്കാം, എന്നിട്ട് എഴുതേണ്ടത് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം. ഇത്രയുള്ളൂ സെക്കൻഡ് ടോപ്പിക്. തേർഡ് ടോപ്പിക് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സുകൾ. 3 ഡാറ്റ ടൈപ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്പറാണ്, സെക്കൻഡ് സ്ട്രിങ് ആണ്, ബൂലിയൻ. നമ്പർ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ നമ്പറും അതിലൊന്ന്. പോസിറ്റീവ് നമ്പർ വരും, നെഗറ്റീവ് നമ്പർ വരും, പോയിന്റ് വരുന്ന നമ്പർ വരാം 2.5, നെഗറ്റീവ് പോയിന്റ് വരുന്ന നമ്പർ വരാം, പോസിറ്റീവ് നെഗറ്റീവ് ഇൻറ്റിജർ ഫ്ലോട്ട് എല്ലാം വരും. എല്ലാം അടങ്ങിയതാണ് നമ്പർ. സ്ട്രിങ് എന്ന് പറയുമ്പോൾ ഡബിൾ കോട്ടിട്ട് എഴുതുന്ന സാധനം, ദാറ്റ് ഈസ് ഡബിൾ കോട്ടിട്ട് അല്ലെ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോട്ട്സ്. ആൻഡ് ഫൈനലി ബൂലിയൻ കണ്ടെയ്ൻ ഓൺലി 2 വാല്യൂസ്. എന്തൊക്കെ? ട്രൂ ആൻഡ് ഫാൾസ്. കം ടു ദി ഫോർത്ത് ടോപ്പിക്. ഫോർത്ത് ടോപ്പിക്ക് ജാവാസ്ക്രിപ്റ്റിൽ വേരിയബിൾസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം യൂസിങ് ദ കീവേഡ്സ് വാർ. വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വാർ. ആ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം? വാർ A,B,C. അന്നേരം ഏത് ഡാറ്റ ടൈപ്പാണെന്ന് ചോദിച്ചാൽ അത് നമ്പർ അല്ല, സ്ട്രിങ് അല്ല, ബൂലിയൻ അല്ല. അതിൽ വാല്യൂസ് പ്ലേസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ടൈപ്പ് മാറുള്ളൂ. A = 10 എഴുതി, അന്നേരം A നമ്പറായി. ആ നമ്പറായി എന്നുള്ളത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് ടൈപ്പ് ഓഫ്. യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ടൈപ്പ് ഓഫ്. നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. document.write ടൈപ്പ് ഓഫ് എ. കണ്ടോ? ടൈപ്പ് ഓഫ് എ എന്ന് കൊടുത്താൽ എൻ്റെ ടൈപ്പ് ഏതാ? നമ്പറാണ്. അപ്പോൾ നമ്പർ എന്ന് വരും. ഞാൻ ഇല്ലാത്ത സാധനം കൊടുത്തു, ടൈപ്പ് ഓഫ് ബി എന്ന് കൊടുത്തു, അന്നേരം വരുന്നത് അൺഡിഫൈൻഡ് എന്ന് പറയാം, ഡിഫൈൻ ചെയ്യാത്ത എലമെൻറ്റ്. കം ടു ഫിഫ്ത്ത് ടോപ്പിക് ഓപ്പറേറ്റേഴ്സ്. ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് മറ്റു ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന അതേപോലെ ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ. അവിടെ വെറൈറ്റി ആയിട്ടുള്ളത് സ്ട്രിങ് കോൺകാറ്റിനേഷൻ ആണ്. ഒരൊക്കെ പബ്ലിക് എക്സാമിന് ചോദിച്ചത് പ്ലസ് എന്നുള്ള സിമ്പിളിൻ്റെ 2 യൂസേജ് ആണ്. പ്ലസ് എന്നുള്ളത് നമ്പർ അഡീഷനും പറ്റും, സ്ട്രിങ് അഡീഷനും പറ്റും. എക്സാമ്പിൾ വാർ A,B,C. A = Java, B = script എന്ന് കൊടുത്തു. എന്നാൽ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാൻ C = A+B എന്ന് കൊടുത്താൽ ജാവാസ്ക്രിപ്റ്റ് എന്നാവും. ജാവൻ്റെ കൂടെ സ്ക്രിപ്റ്റ് ഒട്ടിപ്പിടിച്ച് ജാവാസ്ക്രിപ്റ്റ് ആവും. ഇത്രയുള്ളൂ, സിമ്പിൾ. സോ സിക്സ്ത് ടോപ്പിക് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കേട്ട് പരിചയമുള്ള ഓപ്പറേറ്റേഴ്സ് അല്ല, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് if else, else if ladder, സ്വിച്ച്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്. ഒരു ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഒന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഫോർ ലൂപ്പിൻ്റെ എക്സാമ്പിൾ അല്ലേ. ഇത് 1 to 10 പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 1 എന്ന്. അപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക, var i. for i = 1 മുതൽ 10 വരെ i++ document.write. അപ്പോൾ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യും 1 to 10. തീർന്നു. കം ടു നെക്സ്റ്റ് ടോപ്പിക്, സെവൻത്ത് ടോപ്പിക് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 2 ഇമ്പോർട്ടൻ്റ് അല്ല 3 ഇമ്പോർട്ടൻ്റാണ് പറഞ്ഞത്. അതിൽ ഫസ്റ്റ് ഡാറ്റ ടൈപ്സ് ആണ്, സെക്കൻഡ് വൺ ഈസ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആണ്. ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൽ അലേർട്ട് എന്ന് പറഞ്ഞാൽ സത്യത എന്താ? പ്രിൻ്റ് എ ഡയലോഗ് ബോക്സ്. ജസ്റ്റ് ഒരു ഡയലോഗ് ബോക്സ് പ്രിൻ്റ് ചെയ്യാനാണ്.
അലേർട്ട് വെൽക്കം എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജിൽ ഇങ്ങനെ വരും അല്ലേ, നമ്മൾ ചാർജൊക്കെ കഴിയുന്ന സമയത്ത് വരുന്ന അതേപോലെ വെൽക്കം എന്നുള്ള ഒരു മെസ്സേജ്, അലേർട്ട് മെസ്സേജ് വരും. രണ്ടാമത്തെ സാധനം ഈസ് ഞാൻ, തന്ന എലമെൻറ്റ് നോട്ട് എ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഞാൻ്റെ ഫുൾ ഫോം നോട്ട് എ നമ്പർ. അപ്പോൾ ഈസ് ഞാൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആൻസറാണ് തരിക, ട്രൂ എന്നുള്ള ആൻസറും തരും, ഫാൾസ് എന്ന് തരും. എപ്പോഴാണ് ട്രൂ തരിക? ട്രൂ എന്ന് വരുമ്പോൾ ഈസ് നോട്ട് എ നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ ഡബിൾ കോട്ടിൽ ആപ്പിൾ എന്ന് കൊടുത്ത്, ഡബിൾ കോട്ടിൽ ജസീം എന്ന് എഴുതി, ഇതൊക്കെ നോട്ട് എ നമ്പറാണ്, അതുകൊണ്ട് ഇറ്റ് ഷോസ് ട്രൂ. എന്നാൽ നമ്പർ കൊടുത്താൽ 42, വിവാദമുള്ള എലമെൻറ്റ് 407, ഡബിൾ കോട്ടിലിട്ടാൽ അതെന്തായി മാറും? അത് സ്ട്രിങ് ആയി മാറും അല്ലേ. അത് സ്ട്രിങ് ആണെങ്കിലും അതെന്താണ്? നമ്പറായിട്ടാണ് ആക്ട് ചെയ്യുക. സോ ഇറ്റ് ഷോസ് ഫാൾസ്. മൂന്നാമത്തെ എലമെൻറ്റ് ടു അപ്പർ കേസ്, അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഗിവൺ സ്ട്രിങ്ങിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും, ഗിവൺ സ്ട്രിങ്ങിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു ലോവർ കേസ്. അഞ്ചാമത്തത് ക്യാരക്ടർ അച്ച്, ഇറ്റ് റിട്ടേൺ എ ക്യാരക്ടർ അറ്റ് എ പെർട്ടിക്കുലർ പൊസിഷൻ, ഒരു പെർട്ടിക്കുലർ പൊസിഷനത്തെ ക്യാരക്ടർ റിട്ടേൺ ചെയ്യും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലെങ്ത് ആണ്. അപ്പോൾ ഈ എഴുതിയതിൽ ഒരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? രണ്ട് വാക്കുകൾ ഉണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അലേർട്ട് എന്ന് പറയുമ്പം ഒരു വേർഡാണ്, ടു അപ്പർ കേസ് എന്ന് പറയുമ്പോൾ 3 വേർഡാണ്. സെക്കൻഡ് വേർഡും തേർഡ് വേർഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റലായിരിക്കും. ആ എഴുത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ലെങ്ത്തിന് ബ്രാക്കറ്റ് ഇല്ല. ലെങ്ത്തിന് ബ്രാക്കറ്റ് ഇല്ല. ബ്രാക്കറ്റ് ഇല്ലാത്ത ലെങ്ത്തിനെ പറയുന്ന പേരാണ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. റൈറ്റ് ഡൗൺ ദ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ അല്ലെ ഫോർ ദ ഫോളോയിങ് ടു ഡിസ്പ്ലേ എ മെസ്സേജ് ഓൺ ദ സ്ക്രീൻ. ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് അലേർട്ട്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് കൺവേർട്ട് ദ ഗിവൺ സ്ട്രിങ് ഇൻ ടു അപ്പർ കേസ്. അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണ ഫംഗ്ഷൻ്റെ പേര് ടു അപ്പർ കേസ്. യു ക്യാപിറ്റൽ ആവണം, അപ്പർ കേസിൻ്റെ സി ക്യാപിറ്റൽ ആവണം, ടു അപ്പർ കേസ്. നെക്സ്റ്റ് വൺ ഈസ് ടു ചെക്ക് വെദർ ദ ഗിവൺ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. നമ്പർ ആണോ അല്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേരാണ് ഈസ് ഞാൻ. കം ടു 8th ടോപ്പിക് അല്ലേ. 8ാമത്തെ ടോപ്പിക് എന്താ? ആക്സസിങ് വാല്യൂസ് ഇൻ ദ ടെക്സ്റ്റ് ബോക്സ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ടെക്സ്റ്റ് ബോക്സിൽ നിന്നും അല്ലെ ഫോമിൽ നിന്നും ഒരു വാല്യൂസ് എങ്ങനെ ഫെച്ച് ചെയ്യാം, എങ്ങനെ ആക്സസ് ചെയ്യാം? യെസ്, ഡോക്യുമെൻറ്റ് ഡോട്ട് സിൻടാക്സ് അതാണ്. ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോമിൻ്റെ പേര്, ആ ഫോമിന് ഒരു പേര് കൊടുക്കണം, ആ ഫോം നെയിം ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് നെയിം ഡോട്ട് വാല്യൂ. അത് നേരെ വേരിയബിളിലേക്ക് എടുക്കാം. 5 ഇവൻസുകളാണ് മൗസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മൗസ് ഇവൻസുകൾ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്ന് ഓൺ ക്ലിക്ക്, മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാം. ഓൺ മൗസ് എൻ്റർ, മൗസ് എൻ്റർ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണം. ഓൺ കീ അപ്പ്, ഓൺ കീ ഡൗൺ, ഓൺ മൗസ് ലീവ്. ജസ്റ്റ് ഒരു പ്രോഗ്രാം നോക്കാം. പൊതുവെ വരാ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇത് സം ഓഫ് 2 നമ്പേഴ്സാണ്. എനിക്കിവിടെ നമ്പർ ടൈപ്പ് ചെയ്യാം 9, ഇവിടെ 7, അങ്ങനെ പ്ലസ് എന്നുള്ള ബട്ടൺ നിൽക്കിയാൽ ഇവിടെ 16 വരണം. എങ്ങനെ ചെയ്യാം? ആദ്യം ചെയ്യേണ്ടത് HTML ഹെഡ് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ബോഡി സെക്ഷനിൽ നമുക്ക് ആദ്യം വേണ്ടത് ഫോമിന് ഒരു പേര് കൊടുക്കണം. ഫോമിന് ആദ്യം ഒരു പേരിടുക, FRM. അപ്പോൾ ഫോമിൻ്റെ ഉള്ളിൽ നെയിം ഈസ് ഈക്വൽ ടു ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ FRM. അപ്പോൾ ഫോമിന് പേര് കൊടുത്തു, ഫോം നെയിം ഈക്വൽ FRM. ആ ഫോമിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണുന്നത്? നമ്പർ 1 കാണുന്നത്, അതൊരു ടെക്സ്റ്റ് ബോക്സ് ആണ്. ഈ നമ്പർ 1 ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈസ് ഈക്വൽ ടു N1. പെട്ടിയുടെ പേര് N1 ആണ്. അപ്പോൾ ഈ പെട്ടിക്ക് ഞാൻ പേരിട്ടത് N1, ഈ പെട്ടിക്ക് ഞാൻ പേരിട്ടത് N2, ഈ പെട്ടിക്ക് ഞാൻ പേരിട്ടത് N3. ഇതാ N2 N3 സാധാ എഴുത്ത്. നമ്പർ 1 നമ്പർ 2 സമ്മ്, ഇതാ സമ്മ്. നടുവിൽ ഒരു പ്ലസ് എന്നുള്ള ബട്ടൺ വേണം. സെൻറ്ററിൽ ഇൻപുട്ട് ടൈപ്പിക്കൽ ബട്ടൺ, വാല്യൂ അതിന്മേൽ കാണുന്ന വാല്യൂ പ്ലസ് ആണ്. നിൽക്കണം ഓൺ ക്ലിക്ക് അല്ലേ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഒക്കർ വെൻ ദ യൂസർ ക്ലിക്ക് ഓവർ ദ ഒബ്ജക്റ്റ്. അതിന്മേൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണം. എന്താ സംഭവിക്കേണ്ടത്? ഫൈൻഡ് സം എന്നുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. അപ്പോൾ ഫൈൻഡ് സമ്മിൻ്റെ പ്രോഗ്രാം എഴുതണം. ഫൈൻഡ് സമ്മിൻ്റെ പ്രോഗ്രാം എഴുതി നോക്കാം. യെസ്, ഫൈൻഡ് സം ഫംഗ്ഷൻ എന്താ പേര് കൊടുത്ത്? സ്ക്രിപ്റ്റ് ലാംഗ്വേജുകൾ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഫൈൻഡ് സം. എവിടെ? ഫൈൻഡ് സം. ആ ഫൈൻഡ് സമ്മിൽ ആദ്യം നോക്കേണ്ടത് എത്ര വേരിയബിൾസ് വേണം? 3 വേരിയബിൾസ്, A, B, C. A ഈസ് ഈക്വൽ ടു വരുന്ന നമ്പർ എവിടെ നിന്നുള്ളതാ? ഡോക്യുമെൻറ്റ് ഡോട്ട്. കണ്ടോ ഫോമിൻ്റെ പേര് എന്താ? FRM. കണ്ടോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോം നെയിം ഡോട്ട് ടെക്സ്റ്റ് ബോക്സ് നെയിം ഡോട്ട് വാല്യൂ. അപ്പോൾ എങ്ങനെ ഇതാ? ഡോക്യുമെൻറ്റ് ഡോട്ട് FRM ഡോട്ട് ആദ്യത്തെ ബോക്സ് N1 ഡോട്ട് വാല്യൂ. അപ്പോൾ ഇതിന് മാത്രം ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇത് ടെക്സ്റ്റ് ബോക്സ് ആണ്, അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്പർ ഓഫ് ഡോക്യുമെൻറ്റ് ഡോട്ട് FRM ഡോട്ട് N1 ഡോട്ട് വാല്യൂ.
ബി ഈസ് ഈക്വൽ ടു ഇതേപോലെ നമ്പറാക്കി അടുത്ത നമ്പർ ഫെച്ച് ചെയ്യണം. ഡോക്യുമെൻറ്റ് ഡോട്ട് FRM ഡോട്ട് N2 ഡോട്ട് വാല്യൂ. അവിടെ തീർന്നു. ഇപ്പോൾ എയും ബിയും കിട്ടി, രണ്ടും കൂടി കമ്പയർ ചെയ്യാം. സി ഈസ് ഈക്വൽ ടു A + B. ഇപ്പോൾ ആൻസർ സിയിലുണ്ട്. ഈ ആൻസറായ സീനെ അങ്ങോട്ട് തട്ടണം. അങ്ങോട്ട് തട്ടുന്ന സ്റ്റെപ്പാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് FRM ഡോട്ട് അടുത്ത റൂം ഏതാ N3 ആണ്. N3യുടെ വാല്യൂ എന്തായി മാറണം? സി ആയി മാറണം. ടോപ്പിക് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് വേസ് ടു ആഡ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എവിടേക്ക് ആഡ് ചെയ്യാം? ഇൻസൈഡ് ദ ബോഡി സെക്ഷൻ, ഇൻസൈഡ് ദ ഹെഡ് സെക്ഷൻ ആൻഡ് ഫൈനലി എക്സ്റ്റേണൽ ഫയൽ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ഇൻസൈഡ് ദ ഹെഡ് സെക്ഷൻ, ഹെഡിൻ്റെ ഉള്ളിൽ എഴുതിയാൽ ബെനിഫിറ്റ് ആണ്. യെസ്, ബോഡി സെക്ഷൻ, ദെൻ ഫൈനലി എക്സ്റ്റേണൽ ഫയൽ. എക്സ്റ്റേണൽ ഫയൽ എങ്ങനെ എഴുതാം? സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഫയൽ ഓർ ജാവാസ്ക്രിപ്റ്റ്. ഫയലിൻ്റെ പേര് കൊടുക്കാം SRC. That's all about chapter number 9. Yes.